ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഒൺലി വൺ എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഇവരെല്ലാവരും ചൈനീസ് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. ആ സമയം ടീച്ചർ കുറേ കഥകളും സംഭവങ്ങളും അതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം ടീച്ചറാണെങ്കിൽ നമ്മുടെ ടിയാൻ്റെ അടുത്ത് ഒരു കഥയുടെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ ആ ഒരു കഥയെ സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഷെങ്ങാണെങ്കിൽ ഫ്രണ്ട് ഇരുന്ന് ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇന്നലെ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെ നമ്മൾ വന്ന് നിൽക്കുന്നതാണ്. അതായത് ഇന്നലെ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങാനായിട്ട് ബെഡിൽ കിടക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് ഉണ്ടായത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങാണെങ്കിൽ ടിയാനുമായിട്ട് ക്ലോസ് ആയിട്ട് അവനെ ഹഗ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഉറക്കം. ആ സമയത്ത് ഷെങ്ങ് ഇന്നലെ ഞാൻ നിന്നെ ഹഗ് ചെയ്ത് ഇതേപോലെയാണ് കിടന്നതെന്ന് വെച്ചപ്പോൾ ടിയാൻ ഒരിക്കലും ഇല്ല, നിന്നെ ഞാൻ അങ്ങനെ കിടക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ ലീവ് എടുത്ത് തിരിച്ച് വീട്ടിൽ പോയ ഗാവോയും പിന്നെ അവരുടെ കൂടെ താമസിക്കുന്ന ഷീ എന്ന് പറഞ്ഞ പയ്യനും തിരിച്ചു വരുന്നത്. അവർ രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഷെങ്ങും ടിയാനും ഒരു ബെഡ് ഒരുമിച്ച് കിടക്കാണ്. ആ സമയം അവർ അല്ല ഇത്രയും ബെഡ് ഇവിടെ ഉണ്ടായിരുന്നിട്ട് രണ്ടും കൂടെ എന്തിനാണ് ഒരുമിച്ച് കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ഷെങ്ങ് കാരണം പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഗാവോയുടെ അടുത്തും ഷീൻ്റെ അടുത്തും അല്ല നിങ്ങളുടെ ലീവ് എടുത്ത് വീട്ടിൽ പോയല്ലേ പിന്നെ എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവരാണെങ്കിൽ അത് പിന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയല്ലേ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും ഇനി വന്ന് പഠിക്കാമെന്ന്. പിന്നെ നിങ്ങൾ രണ്ടുപേരും പഠിപ്പിസ്റ്റുകളല്ലേ, അപ്പം നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറയാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നതാ. അല്ല നിങ്ങൾ രണ്ടും കൂടെ എന്തിനാ ഒരു വീട്ടിൽ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങ് അത് പിന്നെ ഇവിടെ ഇന്നലെ ഒരു കള്ളം വന്നു, ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടു, അത് പ്രേതമായിരുന്നോ കള്ളനായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ഗാവ ഉണ്ണെ പേടിച്ചിട്ട് എൻ്റെ ദൈവമേ പ്രേതോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ങ് അതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേരുടെ അടുത്തും ഒരുമിച്ച് ബെഡിൽ കിടക്കാൻ പറഞ്ഞു, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ത്യനും ഒരുമിച്ച് കിടന്നത് എന്ന് പറയാണ്. ആ സമയം ഗാവു എന്നിട്ട് ആ കള്ളനെ പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ അതിന് ഇന്നലെ രാത്രിയല്ലേ ആ കള്ളം വന്ന കാര്യം അറിഞ്ഞത്, അതിൻ്റെ ഇടയിൽ എങ്ങനെ പിടിക്കാനാ, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. ഈ സമയം ഗാവുണ്ട് ഷീൻ്റെ അടുത്ത് എങ്കിൽ നിൻ്റെ ബെഡിൽ ഞാൻ നിൻ്റെ കൂടെ കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഷീ അപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറയാണ്. പക്ഷേ ഗാവു ഞാൻ കിടക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഇവരെല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങുന്നതാണ്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗാവാണെങ്കിൽ ഷീനെ ഇറുക്കി പിടിച്ച് അവന് നീങ്ങാനും അനങ്ങുന്ന സ്ഥലവും കൊടുക്കാതെ അവനെയും പിടിച്ചു വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. നമ്മുടെ ഷെങ്ങും ടിയാനും നല്ല സ്പേസ് ഇട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാണ്. ഈ സമയം ഇവരുടെ മുകളിൽ അതായത് ഇവരുടെ റൂമിൽ തന്നെ ഇവർ ഷെൽഫിൻ്റെ മുകളിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോളൊക്കെ താഴെ വന്ന് വീഴുന്ന സമയത്ത് ഇവർ ഞെട്ടി എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് വീണ്ടും കിടന്നുറങ്ങാണ്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഗാവോയും ഷീയും ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ നമ്മൾ ടിയാനും ഷെങ്ങും ഉറക്കം എഴുന്നേറ്റിരിപ്പുണ്ട്. ആ സമയം ഷീയാണെങ്കിൽ മനുഷ്യനെ നീ ഇന്നലെ രാത്രി ഉറങ്ങാനേ സമ്മതിച്ചില്ല, ഇനി മേലാൽ എൻ്റെ അടുത്ത് കിടന്നു വരുന്നതെന്ന് ഗാവോയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയം ഗാവോ അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. എന്നിട്ട് ഷെങ്ങിൻ്റെ അടുത്ത് നിനക്കും ടിയാനും ഒരുമിച്ച് കിടക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ, പിന്നെ നിൻ്റെ കാലും വയ്യാത്തില്ലെന്ന് പറയാണ്. ആ സമയം ഷെങ്ങ് എൻ്റെ കാല് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാല് കിട്ടിയത് ബാൻഡേജ് അഴിച്ചു മാറ്റാണ്. എന്നിട്ട് ഷെങ്ങ് ഇനി എനിക്ക് മുകളിലത്തെ ബെഡിൽ കയറി കിടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടിയാൻ്റെ അടുത്ത് നിനക്ക് ഞാൻ നിൻ്റെ കൂടെ കിടക്കണോ, നിനക്ക് പേടി വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടിയാനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് കിടക്കാൻ പറയാണ്. ആ സമയം ഷെങ്ങ് എങ്കിൽ ഓക്കെ ഞാൻ മുകളിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഇവ ബെഡിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. ഈ സമയം ടിയാനാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ചെറുതായിട്ട് ഷെങ്ങിനൊന്ന് പേടിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗാവോനായിട്ട് കളിയാക്കാണ്. അതിനുശേഷം കാണിക്കുന്ന ഇവരെല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് ഇവരുടെ ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിലോട്ട് വന്നിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഇപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, അതായത് ഇപ്പം നടക്കാൻ പോകുന്ന എക്സാമിൽ നിങ്ങളുടെ എക്സാം പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. അതായത് പുതിയ റൂൾ വന്നിട്ടുണ്ട്. ഈ ഒരു എ ക്ലാസ്സിൽ ആദ്യത്തെ 30 റാങ്ക് വരുന്ന സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ 30 റാങ്ക് വരുന്ന സ്റ്റുഡൻസ് ബി ക്ലാസ്സിലായിരിക്കും. അതായത് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം കഴിയുമ്പോൾ 1 to 30 അത്രയും ഒരു റാങ്ക് വരുന്ന പിള്ളേർക്ക് ഈ ഒരു ക്ലാസ് എ അതായത് ഫസ്റ്റ് അതായത് ഹയർ റാങ്കുള്ള പിള്ളേരുടെ ഒരു ഇതിൽ പെട്ട് ഈ ക്ലാസ്സിൽ ഇരിക്കാവുന്നതാണ്. ഇനി അങ്ങോട്ട് 31ാമത് തൊട്ട് 60ാമത്തെ റാങ്ക് വരെ വരുന്ന അടുത്ത 30 സ്റ്റുഡൻസ് അവർക്ക് ബി ക്ലാസ് ആയിരിക്കും. അടുത്ത് വീണ്ടും 30 വരുന്നവർക്ക് സി ക്ലാസ് ആയിരിക്കും. അങ്ങനെ നിങ്ങളെ റാങ്ക് അറേഞ്ച്ഡ് ആവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മാറേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇതിന് ഷെങ് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ടീച്ചറാണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ആ സമയം നമ്മുടെ ഗാവ ഷെങ്ങിൻ്റെ അടുത്ത് ഞാൻ മിക്കവാറും വേറെ ക്ലാസ്സിലാവെന്ന് പറഞ്ഞപ്പോൾ ഷെങ്ങാണെങ്കിൽ ഞാനായിരിക്കും പോകാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ഗാവോ മിക്കവാറും ഞാനായിരിക്കും പോകുന്നത്, നീ നന്നായിട്ട് പഠിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷെങ്ങാണെങ്കിൽ നീ വേറെ ക്ലാസ്സിലോട്ട് മാറുവാണെങ്കിൽ നിനക്ക് കമ്പനി എന്ന് ഞാനും ആ ക്ലാസ്സിലോട്ട് വരാമെന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മൾ ടിയാൻ ഷെങ്ങിനെ തുറച്ചു നോക്കുന്നുണ്ട്, നീ ഈ ക്ലാസ്സിൽ നിന്ന് പോവോ എന്നുള്ള രീതിയിൽ. ആ സമയം ഷെങ്ങുണ്ടെ അല്ല അത് ഞാൻ ചുമ്മാ ഇറങ്ങിയതാ, നിനക്ക് ഞാൻ വേറെ കൂട്ട് കണ്ടുപിടിച്ച് തരാമെന്ന് ഗാവോയുടെ അടുത്ത് പറയാണ്. അതിനുശേഷം ടീച്ചറാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഷെങ്, ജിയാഹോ, ടിയാൻ പിന്നെ ലിയു ഇവർ 4 പേരും
ഒരു ഇംഗ്ലീഷ് എക്സാം എഴുതാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ഗാവോ ആണെങ്കിൽ ഷെങ് ടിയാൻ നിങ്ങളുടെ ആർക്കാ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം ടീച്ചർ അവിടെ നമ്മുടെ ക്ലാസ്സിൽ 2 സ്റ്റുഡൻസിന് ഫസ്റ്റും സെക്കൻഡും വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഉടനെ തന്നെ ഗാവോ ആർക്കാ ഫസ്റ്റ് ആർക്കാ സെക്കൻഡ് എന്നിങ്ങനെ നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്തും ടിയാൻ്റെ അടുത്തും കൂടെ ആയിട്ട് ചോദിക്കുകയാണ്. ഈ സമയം ടീച്ചർ സെക്കൻഡ് വന്നിരിക്കുന്നത് ജിയാഹോയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവന് കൊടുക്കുകയാണ്. ആ സമയം ഗാവോ എന്തേ പറയുന്നത്, അപ്പം നിങ്ങൾ രണ്ടുപേരിൽ ആരും സെക്കൻഡ് വാങ്ങിച്ചില്ലേ, അപ്പം ഇനി ഫസ്റ്റ് ആർക്കാ നിങ്ങളിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടീച്ചർ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ലിയു എന്നാന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലാസ് ലീഡറായിട്ടുള്ള പെങ്കൊച്ചിന് കൊടുക്കുകയാണ്. ആ സമയം നമ്മുടെ ഗാവ് ശരിക്കും ഷോക്കായിട്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഷെങ്ങും ടിയാനും അവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു, എന്നാൽ അവർക്കത് കിട്ടാതെ പോയിട്ട് അവരും ഷോക്കാവുന്നുണ്ട് ചെറുതായിട്ട്, ഇതെങ്ങനെ അവർക്ക് പോയെന്നുള്ള രീതിയിൽ. ആ സമയം ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ടീച്ചർ നേരെ ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ, ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും തന്നെ കിട്ടിയില്ല. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ് പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യരുതെന്ന്, എന്നാൽ നിങ്ങൾ രണ്ടുപേരും സബ്മിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഇറങ്ങി പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ശേഷം ടീച്ചറാണെങ്കിൽ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇവർ രണ്ടുപേരും ഇതിൻ്റെ സെക്കൻഡ് റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിൽ വെറും 20 പിള്ളേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അതും ഇത്രയും സ്കൂളുകൾ മത്സരിച്ചിട്ട് അതിൽ നമ്മുടെ ഷെങ്ങും ടിയാനും കയറിയിരിക്കുകയാണെന്ന് പറയാണ്. ഇതെന്തായാലും നമ്മുടെ ജിയാഹോയ്ക്ക് ഒട്ടും തന്നെ പിടിക്കത്തില്ല. അതേസമയം നമ്മുടെ ഷെങ്ങും ടിയാനും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ടീച്ചർ ഈ ഒരു 20 റാങ്കുകളിൽ നമ്മുടെ ടിയാന് 11ാമത്തെ റാങ്കും ഷെങ്ങിന് 5ാമത്തെ റാങ്കും കിട്ടിയിരിക്കുകയാണെന്ന് പറയാണ്. ആ സമയം ഗാവോ എൻ്റെ ദൈവമേ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഇവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് ടീച്ചർ ഇനി നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയുടെ ടൈമാണ്, എല്ലാവരും പഠിച്ചോളാൻ പറഞ്ഞാൽ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോവാണ്. ടീച്ചർ പോയി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് കൂടി നിന്നിട്ട് എൻ്റെ മുന്നോ അടിപൊളി, ഒരാൾക്ക് 11th റാങ്ക് ഒരാൾക്ക് 5th റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ജിയാഹോ മാത്രം അവൻ്റെ സീരിയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ഇവന് ഇപ്പോഴും നല്ല ദേഷ്യമാണ്. ആ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ ടിയാനെന്ന് നമ്മുടെ ഷെങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ കാർഡ് ഈ എക്സാം എഴുതാൻ പോയ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അന്നേ നമ്മുടെ ഷെങ്ങ് ടിയാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് പൊന്നോലെ സൂക്ഷിക്കുമെന്ന്. അത് കറക്റ്റായിരുന്നു, നമ്മുടെ ഷെങ്ങ് അതിനെ പൊന്നോലെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷെങ്ങിപ്പോൾ ആ ഒരു സാധനം അവൻ്റെ കയ്യിലെടുത്ത് വെക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡാണ്. ആ സമയം ഇവരെല്ലാവരും ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതും എല്ലാവരും തിരിച്ച് ക്ലാസ്സിലേക്ക് പോകാൻ പറയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഷെങ്ങാണെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ ഇവൻ കൊടുത്ത ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആ കാർഡ് കാണാനില്ല. അങ്ങനെ ഷെങ് അവിടേക്ക് അന്വേഷിക്കുന്ന സമയത്ത് ടിയാനാണെങ്കിൽ എന്താ നോക്കുന്നതെന്ന് വെച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ അത് പറയുന്നില്ല. ഇതേസമയം ഷെങ് അവിടെ വീണ്ടും അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ഗാവോ വന്ന് ഷെങ്ങിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം ഇവർ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഷീയുടെയും ലുവിൻ്റെയും കഫേയിലേക്ക് പോവാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഷെങ്ങും ടിയാനും ഇപ്പോൾ ഇത്രയും ഹൈ റാങ്കും വാങ്ങിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവരിപ്പോൾ ആ ഒരു ഫൈനലിൽ ജയിച്ചില്ലെങ്കിൽ പോലും എക്സലൻസ് അവാർഡ് അവർക്ക് കിട്ടും. അതായത് ആ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മത്സരിക്കാൻ പോയിരിക്കുന്നത് പല സ്കൂളുകളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഷെങ്, ടിയാൻ, പെപ്പർ, ലിയു, പിന്നെ നമ്മുടെ ഡയറക്ടറിൻ്റെ മകൻ ഗാവോ ഇവരെല്ലാവരും കൂടെ ആയിട്ട് അന്ന് കഫേയിൽ പോയി അത്രയും പേരും ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ടിയാൻ ഇവരുടെ കൂടെ ഇല്ല. ആ സമയം ടിയാൻ എവിടെ നിന്ന് അന്വേഷിച്ച സമയത്ത് ടിയാനാണെങ്കിൽ സ്കൂളിൽ എന്തോ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് നമ്മുടെ ഗാവോ പറയാണ്. ആ സമയം ഷെങ് അത് കേട്ടിട്ട് അങ്ങനെയാണെന്നുള്ള രീതിയിൽ നിന്ന ശേഷം ഷെങ്ങാണെങ്കിൽ നേരെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ടിയാൻ്റെ അടുത്തേക്ക് നേരെ സ്കൂളിലേക്ക് ഓടാണ്. ആ സമയം ബാക്കിയുള്ളവരാരും ഷെങ് ശരിക്കും പോകുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ അവൻ പോയ കണ്ടിട്ട് ഷെങ് എങ്ങോട്ടാണ് പോയെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ ഷെങ് സ്കൂളിലേക്ക് തിരിച്ച് പോകുന്ന കണ്ടില്ല. ഷെങ്ങാണെങ്കിൽ ഞാൻ പോവുകയാണെന്ന് മാത്രം പറയുന്നതേ അവർ കേട്ടോളൂ. അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. അങ്ങനെ അവർ ഒരു പാലം കടന്നിങ്ങനെ പോരാ. അപ്പോൾ അവർ പാലത്തിൻ്റെ അടിയിലൊക്കെ ഷെങ് നീ അതിൻ്റെ അടിയിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഷെങ്ങിനെ വീട്ടുന്ന സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഷെങ്ങാണെങ്കിൽ നേരെ സ്കൂളിലേക്ക് വന്നിട്ട് അവിടെയുള്ള പിള്ളേർക്കെല്ലായിരുന്നു നിങ്ങൾ ടിയാനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ടിയാന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. എന്നിട്ട് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആ അന്വേഷിച്ച് ഇവർ ഇവൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ ബാഡ്മിൻ്റൺ കളിച്ച് അങ്ങോട്ടേക്ക് വരാണ്. നമ്മുടെ ഷെങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഒരു സംഭവം കളഞ്ഞു വിട്ട് അവൻ അന്വേഷിച്ച് നടക്കുകയാണെന്ന് നമ്മൾ ടിയാന് നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടിയാൻ അത് കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ അവിടെ തന്നെ തപ്പിക്കൊണ്ട് നടക്കായിരുന്നു. അങ്ങനെ ഷെങ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ടിയാൻ ഒന്നുമില്ലാന്ന് പറയാണ്. ആ സമയം ഷെങ് നമ്മൾ ഫ്രണ്ട്സല്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ്. കാരണം അവനാണെങ്കിൽ ഇപ്പോൾ ഡസ്റ്റ്ബിന്നായിരുന്നു ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടിയാൻ നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്ത് ഇത് ഡസ്റ്റ്ബിന്നാണ്, നീ വെറുതെ കൈയിട്ട് ചീത്തയാക്കണമെന്ന് പറയാൻ. ആ സമയം നമ്മുടെ ഷെങ് എന്നാലും നീ നീ എന്താ അന്വേഷിക്കുന്നതെന്ന് വെച്ചപ്പോൾ നിൻ്റെ കളഞ്ഞു പോയ സാധനം തന്നെ ഞാൻ അന്വേഷിക്കുന്നതെന്ന് നമ്മുടെ ടിയാൻ പറയാണ്. ക്ലാസ്സിൽ വെച്ച് ഷെങ് നമ്മുടെ ടിയാൻ കൊടുത്ത ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാർഡ് കയ്യിലെടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ടിയാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷെങ്ങാണെങ്കിൽ അത് അവൻ്റെ പേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു അവൻ്റെ കയ്യിലെടുത്ത് വെച്ചത്. അതുകൊണ്ട് നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ പേഴ്സ് മാത്രമേ കണ്ടുള്ളൂ. അവൻ അതിൽ വെച്ച് നോക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാർഡ് കണ്ടില്ല. അപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ പേഴ്സാണ് കളഞ്ഞു പോയതാണ് വിചാരിച്ചിരിക്കുന്നത്. ഷെങ് അത് തിരുത്താനും പോയില്ല. അങ്ങനെ ടിയാനാണെങ്കിൽ ഇവനിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന
കേട്ടിട്ട് ഷെങ് ഇത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചപ്പോൾ ടിയാനാണെങ്കിൽ നിനക്ക് ആ പേഴ്സിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെ പേഴ്സ് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഷെങ് നമ്മുടെ ടിയാൻ അവന് കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ കാർഡ് അതിലുണ്ടോ നോക്കുകയാണ്. എന്നിട്ട് ടിയാൻ്റെ അടുത്ത് എൻ്റെ സാധനം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തന്നെ പറയാണ്. അതിനുശേഷം ഇവർ തിരിച്ചിറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഡോർ അടച്ചിട്ട് പോവാണ്. അത് നമ്മുടെ ഷെങ്ങാണെങ്കിൽ കുടുങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഫോൺ എടുത്തതും സിഗ്നൽ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഷെങ്ങിന് മനസ്സിലായത് അതുകൊണ്ടാണ് താൻ നേരത്തെ ടിയാന് മെസ്സേജ് അയച്ചിട്ട് ടിയാന് അതിന് മറുപടി കൊടുക്കാതെ, കാരണം സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ടിയാന് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും നമ്മുടെ ഗാബോയിനെ എല്ലാവരും കാണിക്കുമ്പോൾ ഇവരിപ്പോഴും ആ പാലത്തിൻ്റെ അവിടെ നമ്മുടെ ഷെങ്ങിനെയും ടിയാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം ജിയാഹോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ഷെങ് സ്കൂളിലേക്ക് പോകുന്ന കണ്ടു, മിക്കവാറും അവൻ സെൽഫ് സ്റ്റഡിക്ക് ക്ലാസ്സിൽ പോയി കാണും, അതുകൊണ്ട് അവൻ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാഹോ നടന്നു പോവാണ്. ആ സമയം ഇവരാണെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് നമ്മുടെ ഷെങ്ങിനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഷെങ്ങിന് കോൾ കണക്ട് ആവുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഷീനെയും ലൂനെയും കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡും സംഭവങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗാവോ ഷീനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഷെങ്ങിനെയും ടിയാനെയും കാണാനില്ല, മിസ്സിങ്ങാണെന്ന് പറയുന്നത്. നമ്മുടെ ഷീയും ലൂവും കൂടെ ആയിട്ട് അവരന്വേഷിച്ച് സ്കൂളിലേക്ക് ചെല്ലാണ്. ഇതേ സമയം ഷെങ്ങിനെയും ടിയാനെ കാണിക്കുമ്പോൾ ഇവരിപ്പോഴും അതേ റൂമിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഷെങ് ഒരു തൂണിൻ്റെ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു പാറ്റ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ടിയാൻ അത് അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഒരു പാറ്റ നിൻ്റെ പുറകിലുണ്ട് അനങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ടിയാൻ അതിനെ കൈവച്ച് പിടിക്കുകയാണ്. ഇത് നമ്മുടെ ഷെങ് പേടിച്ചിട്ട് ടിയാൻ്റെ അടുത്ത് ക്ലോസ് ആയി നിൽപ്പുണ്ടായിരുന്നു. അതായത് ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കിസ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹഗ് ചെയ്യുകയാണെന്നോ ആ കണക്കിട്ട് തോന്നുന്ന ഒരു പൊസിഷനിലായിരുന്നു അവർ നിന്നത്. ഇവരിത്രയും ക്ലോസ് ആയി നിൽക്കുന്ന ഷീയും ലൂവും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് അല്ല നിങ്ങളെങ്ങനെ ഇവിടെ വന്ന് നിന്നേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതുപോലെ സെക്യൂരിറ്റി ഗാർഡാണെങ്കിൽ നമ്മളെ ലോക്ക് ചെയ്തിട്ട് പോയി, ഞങ്ങളിവിടെ ഒരു സാധനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ്. ആ സമയം ഷീ എന്തായാലും നന്നായി നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ നേരെ ഇവരെ കഫേയിലേക്ക് ചെല്ലാണ്. കാരണം നമ്മുടെ ഷെങ്ങും ടിയാനും ഇത്രയും വലിയ റാങ്ക് കിട്ടിയോണ്ട് തന്നെ നമ്മുടെ ഷീയും ലൂവും ഇവർക്ക് കൊടുക്കുന്നൊരു ട്രീറ്റായിരുന്നു ഇത്. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ബാർബിക്യൂ സംഭവം എന്തൊക്കെയോ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവർ കുറേ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പെപ്പറിനെയും നമ്മുടെ ഷെങ്ങിനെയൊക്കെ വെച്ച് പറയുന്നുണ്ട്, അതായത് പെപ്പറിന് നമ്മുടെ ഷെങ്ങിൻ്റെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ടിയാനെ ഭയങ്കര ജലസാവുന്നുണ്ട്. ടിയാനെ കുറച്ചുകൂടി ജലസാക്കാനായിട്ട് നമ്മുടെ ഷെങ്ങാണെങ്കിൽ പെപ്പറിന് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ടിയാനാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം ഇവർ ഷീൻ്റെ അടുത്ത് ഷീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്ര പേര് ഡേറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷീൻ്റെ അടുത്തും ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കളിച്ച് ചിരിയൊക്കെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഷെങ്ങും ടിയാനും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന ടൈമിൽ നമ്മുടെ ഷെങ്ങാണെങ്കിൽ ചന്ദ്രൻ നോക്കിയിട്ട് ഒരു പാട്ടൊക്കെ പാടിപ്പോവാണ്. ആ സമയത്ത് നീ എന്താ പാട്ട് പാടാനുള്ള മൂഡിലാണെന്ന് വെച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ അതൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് ഈ ചന്ദ്രൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ ഈ പാട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്കിതിനെ കാണുമ്പോൾ എപ്പോഴും ഇതൊക്കെ ഓർമ്മ വരുന്നത്, എനിക്ക് ചന്ദ്രനെ കാണുമ്പോൾ ഭയങ്കര സാഡായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ എപ്പോഴും ഓർമ്മ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ചന്ദ്രനെ പറ്റിയിട്ടുള്ള ആ ഒരു പാട്ടും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞത് നമ്മുടെ ഷെങ്ങ് നോക്കിയപ്പോൾ ഈ ടൈൽസിലൊക്കെ എന്തോ ഇങ്ങനെ കോളം പോലെ വരച്ചിട്ട് ഇങ്ങനെ ചാടി കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അപ്പോൾ ആ സംഭവം ഇങ്ങനെ വരച്ചിട്ടൊക്കെയാണ്. ആ സമയം ഷെങ്ങ് ഇത് കളിച്ചിട്ട് കുറേ നാളായെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇങ്ങനെ ചാടുകയാണ്. അവൻ്റെ കാല് ഒന്ന് ശരിയായതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വീണ്ടും ചാടുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കാല് ഉടുക്കുകയാണ്. ആ സമയം നമ്മൾ ടിയാന വന്ന് പിടിച്ചിട്ട് നിനക്ക് ഭയങ്കര കുസൃതിയാണല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ ഈ സ്റ്റെപ്പ് ഇരിക്കുക, ഞാനാണെങ്കിൽ നമ്മൾ എടുത്തോളുന്ന സ്നാക്സ് ആ അങ്കിളിന് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറയാണ്. അതായത് ഇവരെപ്പോഴും ഫുഡ് കഴിക്കുന്ന ആ ഒരു അങ്കിളിന് കൊടുക്കാനായിട്ട് ഇവർ കുറച്ച് മുമ്പേ കഴിച്ച ആ ഒരു ഫുഡിന് കുറച്ച് എടുത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ടിയാൻ അത് വേണ്ട, നീ ഇവിടുന്ന് നിൻ്റെ ചന്ദ്രനെ നോക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ടിയാൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് ഷീനെയും ലൂനെയും കാണിക്കുമ്പോൾ ഇവരും അവരുടെ കഫേയൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവരും ഇങ്ങനെ കുറേ കാര്യം സംസാരിക്കുന്നുണ്ട്. അതായത് നിനക്ക് ഹിസ്റ്ററി അല്ലേ ഇഷ്ടം, ആ സംഭവം ഈ സംഭവം അങ്ങനെ കുറേ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ലൂ ആണെങ്കിൽ ഷീരെടുത്ത് നിനക്ക് ഇംഗ്ലീഷ് ടീച്ചറിന് ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷീ ആണെങ്കിൽ എനിക്ക് അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് നിനക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ലൂ ആണെങ്കിൽ അത് പിന്നെ നീ എപ്പോഴും അവളെക്കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ഷീ ആണെങ്കിൽ അത് പിന്നെ എനിക്ക് അവളെ ഇഷ്ടമൊന്നും ആയതുകൊണ്ടല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, അപ്പം നിനക്ക് അവളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേന്ന് അവൾക്ക് അറിയണമെന്ന് പറഞ്ഞു, അപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണോന്ന് അവനോട് തിരിച്ചു ചോദിക്കും. ലൂ അപ്പോൾ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല, നേരെ ഡയറക്റ്റ് അവൻ ഷീനെ കിസ് ചെയ്യാണ്. ആ സമയം ഷീ ആണെങ്കിൽ ഷോക്കാവുന്നുണ്ട്, റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതേ സമയം നമ്മുടെ ഷെങ് ഇരുന്ന സ്ഥലത്തായിരുന്നു അവരിന്ന് കിസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഷെങ് ഈ കിസ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഷെങ് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. ഇതേ സമയം നമ്മുടെ ലൂ ആണെങ്കിൽ ഷീനെ കിസ് ചെയ്തിട്ട് മറ്റൊന്നും മിണ്ടാതെ അവൻ അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാണ്. ഷീയും അവിടെ നിന്ന് ഒന്ന് ഞെട്ടിയ ശേഷം അവനും നടന്നു പോകുന്നുണ്ട്. ഇതേ സമയം ഇത് കണ്ട നമ്മുടെ ഷെങ്ങും ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഷെങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് തിരിച്ച് ഒരു ഹോസ്റ്റലിലേക്ക് വന്നതാണ്.
പോകുന്നതാണ്. അന്ന് രാത്രിയും നമ്മുടെ ഷെങ്ങും ടിയാനും പിന്നെ ഗാവോയും ഷീയും ഒരുമിച്ച് 2 ബെഡിലായിരുന്നു ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗാവോയും ഷീയൊക്കെ ഓൾറെഡി ഉറങ്ങി. എന്നാൽ നമ്മുടെ ഷെങ് ഉറങ്ങിയിട്ടില്ല. ഷെങ്ങിൻ്റെ മൈൻഡിൽ പല കാര്യങ്ങളും ഇങ്ങനെ പോവുകയാണ്. അതായത് അവനിപ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നത് അവൻ നേരത്തെ കണ്ട നമ്മുടെ ഷീയുടെയും ലൂവിൻ്റെ ഒരു കിസ്സാണ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ നമ്മുടെ ഷെങ്ങിന് ഒരു ഡയറി കിട്ടിയിട്ട് അവൻ ആദ്യമായിട്ട് ടിയാനെ കിസ് ചെയ്തത്. അങ്ങനെ ആ ഒരു സംഭവം ഷെങ് ഓർക്കാണ്. ഷെങ് ഇത്രയും കാലം ആ ഒരു കിസ്സിനെ അത് കിസ്സായിട്ടല്ല, അത് ജസ്റ്റ് ഒരു ഡെയറായിരുന്നു, അത് ജസ്റ്റ് ലിപ്സ് ടച്ച് ആയതാണ്, അവൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ടിയാൻ തൻ്റെ ബ്രദറാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഷെങ്ങിനും അങ്ങോട്ട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്, ടിയാനും ഇങ്ങോട്ട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഷീയും ലൂവും കിസ് ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ ഷെങ്ങിനാണെങ്കിൽ കൺഫ്യൂഷൻ ആവുകയാണ്. എനിക്ക് ടിയാൻ്റെ അടുത്ത് എന്താണുള്ളത്, അന്ന് ഞാൻ അവനെ കിസ് ചെയ്തത് വെറും ഒരു ലിപ്സ് ടച്ച് ആയതും ഒരു ഡെയർ മാത്രം ആയിരുന്നില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ട് ഇവന് തൊട്ടടുത്ത് കിടക്കുന്ന ടിയാനെ നോക്കുകയാണ്. എന്നിട്ട് അവൻ ടിയാനെ കിസ് ചെയ്യാനായിട്ട് ക്ലോസായി പോകുന്നുണ്ട്. എന്നാൽ ഷെങ്ങിനെന്തോ പറ്റുന്നില്ല. ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ ടിയാൻ തൻ്റെ ബ്രദറാണ്, തന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, താനിങ്ങനെ ചെയ്യാൻ പാടില്ല, ആ ഒരു ഇതായിരിക്കും മനസ്സിൽ വരുന്നത്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ താനാണെങ്കിൽ ഇനി ടിയാൻ്റെ അടുത്ത് കിടന്നാൽ ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് അവൻ പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുകളിലത്തെ ബെഡിൽ കയറി കിടക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ടിയാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ടിയാൻ ഇത്രയും നേരം വെറുതെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. നമ്മുടെ ഷെങ് തന്നെ കിസ് ചെയ്യാൻ വന്നതൊക്കെ ടിയാൻ ഫീൽ ചെയ്തു എന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ടിയാൻ ഷെങ് തന്നെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. ഷെങ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ഒരുപക്ഷെ ഷെങ്ങിനോടുള്ള ആ ഒരു ഇഷ്ടം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടിയാനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. എന്നാലും ഷെങ് എഴുന്നേറ്റ് പോയി. അങ്ങനെ നമ്മുടെ മുകളിലത്തെ ബെഡിലും താഴത്തെ ബെഡിലുമായിട്ട് നമ്മുടെ ഷെങ്ങും ടിയാനും ഉറങ്ങാതെ കിടക്കുകയാണ്. അവിടെ നിന്ന് എപ്പിസോഡ് എൻഡാവുന്നുണ്ട്. എന്നാൽ അതിനുശേഷം മറ്റൊരു സീൻ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ടിയാൻ്റെ കുട്ടിക്കാലത്തൊരു സംഭവം. നമ്മുടെ ടിയാൻ്റെ അച്ഛൻ ഗേ ആണെന്നാണ് തോന്നുന്നത്, ഒരു പക്ഷേ ബൈസെക്ഷൽ ആയിരിക്കാം. അതായത് നമ്മുടെ ടിയാൻ്റെ അച്ഛൻ ഇപ്പോൾ മറ്റൊരു ആണുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ടിയാന് ആ സമയത്ത് 4-5 വയസ്സേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അവൻ റൂമിലേക്ക് കയറി വരുന്നത്. റൂമിൽ കയറി വരുന്ന സമയത്ത് അവൻ കാണുന്ന കാഴ്ച അവൻ്റെ അച്ഛനും മറ്റൊരാണും കൂടെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കണ്ട് ടിയാൻ ഒരുപാട് ഷോക്കാവുന്നുണ്ട്. ഇതേസമയം ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിൽ നമ്മുടെ ടിയാൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. ഇയാൾ ഈ സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ അതിങ്ങനെ വലിച്ചെറിയപ്പോൾ ഈ സിഗരറ്റ് വന്ന് കൊള്ളുന്നത് നമ്മുടെ ടിയാൻ്റെ കഴുത്തിൻ്റെ പുറകിലാണ്. നമ്മുടെ ടിയാൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഒരു പൊള്ളിയ പാടുണ്ടെന്ന് പറയില്ലേ, അത് ആക്ച്വലി ഈ സിഗരറ്റിൻ്റെ ആ ഒരു രീതിയിൽ ഉണ്ടായതായിരുന്നു. അങ്ങനെ ഈ ഒരു സിഗരറ്റിൻ്റെ ആ ഒരു കത്തിച്ച ഭാഗം തന്നെ നമ്മുടെ ടിയാൻ്റെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ കൊള്ളുന്നത് കൊണ്ട് തന്നെ അവിടെ പൊള്ളുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവനാണെങ്കിൽ അയ്യോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ വേദനിച്ചിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയമാണ് അവൻ്റെ അച്ഛൻ അവനവിടെ നിൽക്കുന്ന കാണുന്നത്. തൻ്റെ മകൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടു എന്നിറങ്ങിയിട്ട് അച്ഛനും ഷോക്കാകുന്നുണ്ട്, കൂടെയുള്ള ആ ഒരാളും ഷോക്കാകുന്നുണ്ട്. ആ സമയം ടിയാൻ്റെ അച്ഛൻ ടിയാൻ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടിയാനാണെങ്കിൽ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട്. അവൻ കുഞ്ഞായതുകൊണ്ട് തന്നെ അവൻ്റെ മൈൻഡിൽ എന്താണ് പോകുന്നതെന്ന് നമുക്ക് പറയത്തില്ല. അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നമ്മൾ മറ്റൊരു മുമ്പത്തെ, അതായത് ഒരു 2-3 എപ്പിസോഡ് മുമ്പുണ്ടായിരുന്ന ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെങ്ങാണെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന അങ്കിളിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആ അങ്കിള് നമ്മുടെ ടിയാൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഒരു ദിവസം നമ്മുടെ ടിയാനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയം ടിയാൻ്റെ കഴുത്തിൽ ഒരു പൊള്ളിയ പാടുണ്ടായിരുന്നു. ആ പാട് എങ്ങനെ ഉണ്ടായതെന്ന് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ആ ഒരു സംഭവത്തിന് ശേഷമായിരുന്നു നമ്മുടെ ടിയാൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആയതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ടിയാൻ ഈ ഒരു സംഭവം അമ്മയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ അവൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ ഓൾറെഡി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ അവർ ഡിവോഴ്സ്ഡ് ആയതായിരിക്കും. അതേപോലെ തന്നെ അവനുണ്ടായ ഒരു സംഭവം അവൻ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ഇതിനെല്ലാത്തിനും പോസിബിലിറ്റീസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ടിയാൻ്റെ കഴുത്തിൽ ആ ഒരു പൊള്ളിയ പാട് വരാൻ റീസൺ ഇതാണ്. അപ്പോൾ ടിയാന് ഇതെപ്പോഴും മൈൻഡിൽ ഒരു ട്രോമ പോലെ കിടക്കുന്നൊരു സംഭവമായിരിക്കും. അങ്ങനെ ഇതും കാണിച്ച് എപ്പിസോഡോടെ എൻഡാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടിരുന്നവരെ ബൈ.